ചൈനയിലെ ലോങ് മാർച്ചിനെ കുറിച്ച് വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ ഞാൻ ഓർക്കുന്നത് നമ്മുടെ പഴയ യൂണിവേഴ്സിറ്റി കോളേജ് ദിനങ്ങളെക്കുറിച്ചാണ്. അതിൻ്റെ ഒരു സിമിലാരിറ്റി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ചൈനയിലെ ലോങ് മാർച്ച് എന്താണെന്ന് മനസ്സിലാകണം. അതായത് ചൈനയിൽ ലോങ് മാർച്ച് തുടങ്ങുമ്പോൾ കുറച്ച് ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഓരോ പടവ് കഴിയും തോറും ഇതിലേക്ക് ആൾ കൂടുന്നു. അങ്ങ് ബീജിങ്ങിലെത്തുമ്പോൾ അത് ലക്ഷോപലക്ഷം പേരുടെ ഒരു സംഖ്യയായി മാറുന്നു എന്നാണ് ഈ ചരിത്രം പറയുന്നത്. ഇതെങ്ങനെ മാറുന്നു? ആദ്യം 5 പേര് പോകുന്നു, മുന്നിൽ കാണുന്ന 6ാമത്തവനെ പിടിച്ചതിനകത്താക്കുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ 6ൽ കുറഞ്ഞ അംഗങ്ങളുള്ള ആൾക്കാരെ കൃത്യമായും ഇതിൽ പിടിച്ചു ചേർക്കുന്നു. അങ്ങനെ നീങ്ങി പോകുന്നതനുസരിച്ച് എത്ര വലിയ ആൾക്കൂട്ടമാണെങ്കിലും ഇതിലേക്ക് പിടിച്ചു ചേർക്കുന്നു. അങ്ങനെ ബ്രൂട്ടലായിട്ട് അല്ലെങ്കിൽ ഫോഴ്സിബിളായിട്ട് ഇതിലേക്ക് പിടിച്ചു ചേർത്ത് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ഒരു അക്രമ സ്വഭാവത്തിൻ്റെ ഒരു സുഖം മനസ്സിലാക്കി കഴിയുമ്പോൾ അവരും ഈ അക്രമത്തിൻ്റെ ഭാഗമായി മാറുന്നു. ഇതും തന്നെയാണ് പണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നുകൊണ്ടിരുന്നത്. അതായത് അവർ യൂണിയൻ ഓഫീസിൽ നിന്ന് SFI സമരത്തിനിറങ്ങുന്നു. അവരിങ്ങനെ നടന്നു വരുന്നു, ഒരു ക്ലാസ്സിലെത്തുമ്പോൾ അധ്യാപകൻ ഇറങ്ങിപ്പോകുന്നു. അവിടെ നിന്ന് കുറേ പിള്ളേരെ പിടിച്ച് കയറ്റുന്നു. സ്വാഭാവികമായിട്ടും മനസ്സുണ്ടെങ്കിലും മനസ്സില്ലെങ്കിലും ഈ കുട്ടികൾ അതിൽ പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ ക്യാമ്പസിൻ്റെ വെളിയിലെത്തുമ്പോൾ ഇതൊരു ലോങ് മാർച്ചായി അല്ലെങ്കിൽ ഇതൊരു ഹ്യൂജ് മാർച്ചായി, ഹ്യൂജ് ജനസംഖ്യയായി മാറുന്നു. ഇങ്ങനെ തന്നെയാണ് ചൈനയിലെയും ലോങ് മാർച്ച് ഉണ്ടായത്. ഒരിക്കലും സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ സ്വമേധയാ ഉണ്ടായ ഒരു മനോഭാവത്തിൻ്റെ ഭാഗമായി ആൾക്കാർ ഇതിനോട് ചേർന്നതല്ല, മറിച്ച് അവരെ ഫോഴ്സിബിളായി ഇതിൻ്റെ ഭാഗമാക്കി കൊണ്ടുവന്നതാണ് എന്നുള്ളതാണ് സത്യം. ഇത് തന്നെയാണ് കമ്മ്യൂണിസത്തിൻ്റെ, ആഗോള കമ്മ്യൂണിസത്തിൻ്റെ സ്വഭാവം. ഇവിടെയാണ് മാർഗത്തെയും ലക്ഷ്യത്തെയും കുറിച്ചുള്ള പ്രസ്താവനകളുടെ പ്രസക്തി. ഗാന്ധിജി എന്താണ് പറഞ്ഞത്? മാർഗം വിശുദ്ധമാകണമെങ്കിൽ, ലക്ഷ്യം ശ്രേഷ്ഠമാണെങ്കിൽ മാർഗം വിശുദ്ധമായിരിക്കണം എന്നാണ്. ഏതെങ്കിലും ഒരു അവിശുദ്ധ മാർഗത്തിലൂടെ നിങ്ങൾ മഹത്തായ ഒരു ലക്ഷ്യം നേടി അല്ലെങ്കിൽ നേടണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്. അതുകൊണ്ടാണ് അധികാരത്തിന് ബ്ലഡ് ഷെഡ്സിലൂടെ ഒരു അധികാര കൈമാറ്റം ഇവിടെ സാധിക്കാം. പക്ഷേ അത് ഒരു ശാശ്വതമായ ഒരു അധികാര കൈമാറ്റമല്ല എന്ന് അദ്ദേഹം ചിന്തിച്ചു, പഠിപ്പിച്ചു. ഇത് തന്നെയാണ് ആ പ്രസ്ഥാനങ്ങളുടെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും ഗാന്ധിയൻ ആശയങ്ങൾ സ്വീകരിച്ച ഇന്ത്യൻ പ്രസ്ഥാനങ്ങളുടെയും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരിക്കലും ഒരു ഇന്ത്യൻ പ്രസ്ഥാനമല്ല. ഗാന്ധിയൻ ആശയങ്ങൾ സ്വീകരിച്ചത് കോൺഗ്രസ് ആയാലും ശരി, സോഷ്യലിസ്റ്റ് ആയാലും ശരി, അത് ഇന്ത്യൻ പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ ഈ 2 തരം പ്രസ്ഥാനങ്ങളുടെയും വൈജാത്യം തന്നെ ഇതാണ്. ഒന്ന്, അതായത് ഗാന്ധിജിയെ പിൻപറ്റുന്ന ഈ പ്രസ്ഥാനങ്ങൾ മാർഗവിശുദ്ധിയുടേതായ ഒരു ചൈതന്യം സ്വീകരിക്കുമ്പോൾ ആഗോള കമ്മ്യൂണിസത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രസ്ഥാനങ്ങൾ മാർഗഭ്രംശത്തിലൂടെ ആണെങ്കിൽ പോലും ലക്ഷ്യം നേടുക എന്ന ഒരു അവസ്ഥയിലേക്ക് മാത്രം വിരൽ ചൂണ്ടി. അതായത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്ന് കമ്മ്യൂണിസം പറഞ്ഞപ്പോൾ മാർഗവും ലക്ഷ്യവും വ്യതിചലിച്ചുകൂടാ, അത് വിശുദ്ധമായ ലക്ഷ്യത്തിലേക്ക് വിശുദ്ധമായ മാർഗത്തിലൂടെ തന്നെ പോകണം എന്ന് ഗാന്ധിസം പറഞ്ഞു, ഇന്ത്യൻ ദർശനങ്ങൾ പറഞ്ഞു, ഇന്ത്യയിൽ രൂപപ്പെട്ട രാഷ്ട്രീയ സിദ്ധാന്തങ്ങൾ പറഞ്ഞു. അതാണ് കമ്മ്യൂണിസവും മറ്റുള്ള ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം. അതുകൊണ്ടാണ് ഇത്തരം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് അവർ അടവ് നയമെന്ന പേരിൽ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതും അഴിമതി നടത്തുന്നതും അതുവഴി പണമുണ്ടാക്കി അതിൽ നിന്ന് പുതിയ അധികാര നേട്ടങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കുന്നതും ഒക്കെ ചെയ്യുന്നത് ഇതുകൊണ്ടാണ്. അതുകൊണ്ട് മാർഗവും ലക്ഷ്യവും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. മാർഗവിശുദ്ധി ഇല്ലാതെ ഒരു കാരണവശാലും ലക്ഷ്യവിശുദ്ധി ഉണ്ടാകില്ല എന്നുള്ള സത്യം അത് ഗാന്ധിജി പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഒരു സനാതന സത്യമാണ്, എല്ലാ കാലത്തേക്കുമുള്ള സത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.